ഹായ് ഗൈസ്, ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായ കഥയറിയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിശ്രേഷ്ഠവും അതിപുരാണവുമാണ്. ഇതാദ്യം പൂജിച്ചിരുന്നത് മഹാവിഷ്ണു തൻ്റെ വൈകുണ്ഠത്തിൽ വെച്ചായിരുന്നു. ശേഷം ഈ വിഗ്രഹം ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവിൽ നിന്നും ഇത് സുതപസ് എന്ന രാജാവിന് ലഭിച്ചു. അങ്ങനെ സുതപസും ഭാര്യയും ഈ വിഗ്രഹം വർഷങ്ങളോളം പൂജിച്ചു. ഇതിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അവരുടെ അടുത്തടുത്ത തുടർന്നുള്ള 4 ജന്മങ്ങളിൽ താൻ മകനായി പിറക്കുമെന്ന് അനുഗ്രഹിച്ചു. അതുപ്രകാരം മഹാവിഷ്ണു അവർക്ക് തുടർന്നുള്ള 4 ജന്മങ്ങളിൽ മകനായി അവതരിക്കുകയും എല്ലാ ജന്മത്തിലും ഈ വിഗ്രഹം അവരോടൊപ്പം സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ ഈ വിഗ്രഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ വസുദേവരുടെയും ദേവകിയുടെയും ദേവനായി പൂജിച്ചു. പിന്നീട് അത് ശ്രീകൃഷ്ണന്റെ കൈവശമായി. അദ്ദേഹമോ ദ്വാരകയിൽ വെച്ച് ഇതിനെ പൂജിച്ചു വന്നു. ദ്വാരക യുദ്ധത്തിന്റെ അവസാനം ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയ ഉടൻ തന്നെ ദ്വാരകയിൽ വലിയൊരു പ്രളയമുണ്ടായി. ഈ പ്രളയത്തിൽപ്പെട്ട് ദ്വാരക കടലിൽ മുങ്ങാൻ തുടങ്ങി. ഇതേ സമയം ഉത്തമൻ അവിടെ എത്തി. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് കടലിൽ ഒഴുകി നടന്നിരുന്ന ആ ദിവ്യമായ വിഗ്രഹം കാണുകയും അതിനെ ബൃഹസ്പതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രളയത്തിൽ നിന്നും ലഭിച്ച ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നറിയാതെ അദ്ദേഹം വായുദേവനെയും കൂട്ടി ആകാശമാർഗം അനുയോജ്യമായ ഒരു സ്ഥലം തേടി യാത്രയായി. അങ്ങനെ അവർ കേരളത്തിലെത്തി. അവിടെ അവർ മനോഹരമായ ഒരു തടാകത്തിന്റെ സമീപമുള്ള ശിവപാർവതിമാരെ കാണാനിടയായി. ബൃഹസ്പതിയും വായുദേവനും ആ മനോഹരമായ താമരപ്പൂക്കളുള്ള തടാകത്തിനടുത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഈ സ്ഥലം മഹാവിഷ്ണുവിന്റെ ഭക്തർക്ക് അഭയമേകാൻ ഏറ്റവും ഉത്തമമാണെന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. തുടർന്ന് പരമശിവൻ അടുത്തുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതാരമെടുക്കുകയും ചെയ്തു. തുടർന്ന് ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് തൽക്ഷണം തന്നെ മനോഹരമായ ഒരു ക്ഷേത്രം അവിടെ നിർമ്മിച്ചു. അങ്ങനെ ഗുരുവിൻ്റെയും വായുവിൻ്റെയും സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രം ഗുരുവായൂർ എന്ന് അറിയപ്പെടുകയും അവിടുത്തെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തു. കലികാലത്ത് ഭക്തർക്ക് അഭയവും മോക്ഷവും നൽകുന്ന ഭൂലോക വൈകുണ്ഠമാകും ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. ഗുരുവായൂർ ഉണ്ടായ കഥയറിഞ്ഞ് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഭഗവാൻ കൺമുന്നിൽ തന്നെ വരും. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. മറ്റു ഇതുപോലെയുള്ള ഒരു ഐതിഹ്യ കഥയുമായി